വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ. മത്തായി ശ്ലീഹായുടെ യഥാർത്ഥ പേര് ലേവി എന്നായിരുന്നു. പൗരാണിക കാലം മുതൽ ഈജിപ്ത്, സിറിയ ദേശങ്ങളിലേക്കുള്ള ഇറക്കുമതി കയറ്റുമതിയുടെ ഇടത്താവളമായിരുന്ന കഫർനാമിലെ ചുങ്കം പിരിവുകാരനായിരുന്നു ലേവി. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള സകല ദേശവാസികളും ചുങ്കം അല്ലെങ്കിൽ നികുതി കൊടുക്കുവാൻ കടപ്പെട്ടിരുന്നു. ചുങ്കം പിരിവുകാർ നേരിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലെ നല്ല ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. എന്നിട്ടും ഇന്നത്തെ കേന്ദ്ര സർക്കാർ ജോലി പോലെ ശമ്പളത്തേക്കാൾ കൂടുതൽ അനധികൃതമായി അവർ സമ്പാദിച്ചിരുന്നു. വിജാതീയരായ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവരായതിനാലും അധിക ചുങ്കം പിരിച്ച് സാധാരണ ജനങ്ങളെ പിഴിഞ്ഞെടുത്തതിനാലും യഹൂദർ അവരെ കഠിനപാപികളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ദേവാലയത്തിനുള്ളിൽ നാണയമാറ്റക്കാരെയും ആടുമാടുകളെയും വിറ്റ് വിഹിതം പറ്റിയിരുന്ന പുരോഹിതവർഗം ഇവരെക്കാൾ ഒട്ടും മോശക്കാരായിരുന്നില്ല. ഇത് തെളിയിക്കുവാനാണ് യേശു ചുങ്കം പിരിവുകാരെയും ശിഷ്യഗണത്തിൽ ചേർത്തതും അങ്ങനെയുള്ളവരോടൊപ്പം പന്തി പങ്കിട്ടിരുന്നതും. യേശു എപ്പോഴും അങ്ങനെയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുമെന്നും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വന്നിരിക്കുന്നുവെന്ന യെശയ്യാ പ്രവചനം തന്നിൽ നിറവേറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവൻ സമൂഹം ഒറ്റപ്പെടുത്തിയവരെയൊക്കെ കൂട്ടുപിടിക്കുകയും ഒപ്പം കൂട്ടുകയും ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത അധികാരവർഗത്തിനോട് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്നും ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യമെന്നും ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുമൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ന്യായീകരിച്ചു. നിന്നെ ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്നതല്ല, ദൈവം എങ്ങനെ നിന്നെ വിലയിരുത്തുന്നു എന്നതാണ് നിന്റെ രക്ഷയുടെ അടിസ്ഥാനമെന്ന് മത്തായിയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.